ഹായ് ഹലോ ഗുഡ് ഈവനിങ്. ഞാൻ ഇന്ന് ഒരു നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ കയറിയത് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസം മുമ്പ് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചായിരുന്നു, ചേച്ചി നൂഡിൽസിൻ്റെ വീഡിയോ ഒന്ന് ഇടണേന്ന്. അപ്പോൾ ഞാൻ നൂഡിൽസ് തിളച്ച വെള്ളത്തിനകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ട് അത് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനത് ചേർക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ്, ബീൻസ്, സവാള, ക്യാപ്സിക്കം ഇത് ഇത്ര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് സോയാ ചങ്ക്സ് അത് തിളച്ച വെള്ളത്തിനകത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പാൻ അടുപ്പേ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മൂത്തപ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ബീൻസും ക്യാരറ്റും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇത്രയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ക്യാപ്സിക്കം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതിലേക്കാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. പച്ചക്കറിക്ക് വേണ്ടുന്ന ഉപ്പൂടെ അങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തേം വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആവിയിൽ നമുക്ക് ഈ പച്ചക്കറി ഒന്ന് വേവിക്കാം. അപ്പോൾ അത് വേവുന്ന നേരത്തിന് ഇപ്പുറത്തെ അടുപ്പിലോട്ട് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തേം വെച്ച് ആ വേവിച്ച് വെച്ച സോയാ ചങ്ക്സ് അതിലേക്കിട്ട് ഒരല്പം ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരല്പം ഗരം മസാല ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് അതിനകത്തൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിനകത്ത് എണ്ണ നമ്മൾ കുറച്ച് ചേർക്കുന്നുണ്ടല്ലോ, അടിക്ക് പിടിക്കും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് ഇനി മാറ്റാം. പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിലേക്ക് നമുക്ക് ഒന്ന് മുട്ട പൊരിക്കണം. അതിന് വേണ്ടിയിട്ട് ആ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് ഞാനാണെങ്കിൽ 2 മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. വലിയ മുട്ട ആയതുകൊണ്ട് ഞാൻ 2 മുട്ട എടുക്കുന്നുണ്ട്. 2 മുട്ട എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ മുട്ട നന്നായിട്ട് കൊത്തിപ്പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇനി മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചക്കറി വേവിക്കാൻ വെച്ച് അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആ ക്യാപ്സിക്കം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാപ്സിക്കം വേവേണ്ട ആവശ്യമില്ല, അത് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. എന്നിട്ട് അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എരിവിനുള്ള കുരുമുളക് പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. നമ്മൾ മുട്ട പൊരിച്ചപ്പോൾ അതിനകത്തും കുരുമുളക് പൊടി ചേർത്തായിരുന്നു. അത് കഴിഞ്ഞ് സോയ ചങ്ക്സ് ഫ്രൈ ചെയ്ത് അതുകൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയുണ്ടല്ലോ അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് എൻ്റെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ബോൺലെസ് ചിക്കന് വേവിച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. ഞാനിന്ന് ചിക്കൻ ഇല്ലാത്തതുകൊണ്ടാണ് ചിക്കൻ സ്കിപ്പ് ചെയ്തത്. അല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചിക്കനും ചേർക്കാറുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തു. 1/2 ടീസ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു. ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ സോസസൊക്കെ ചേർത്തേക്കുന്നത് നമുക്ക് ആ മുട്ടയുടെ സ്മെല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് ഉണ്ടല്ലോ അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കണം കേട്ടോ. ഞാൻ നൂഡിൽസ് വേവിക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തായിരുന്നു. പിന്നെ ഈ പച്ചക്കറി എല്ലാം വേവിച്ചപ്പോഴെല്ലാം ഉപ്പ് ചേർത്തല്ലേ എടുത്തത്. ഞാൻ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-5 മിനിറ്റ് അതൊന്ന് വേവിക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ നൂഡിൽസ് റെഡി ആയോ നോക്കാം. അപ്പോൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ ഉപ്പ് ചേർത്തില്ല. അപ്പോൾ നമ്മളുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ എനിക്കിതാണ്. ഞാൻ ആ നൂഡിൽസ് വേവിച്ച് വെച്ചിരുന്നതുകൊണ്ട് എനിക്ക് പണി എളുപ്പമായി കേട്ടോ. പിന്നെ പച്ചക്കറി ഒന്ന് കട്ട് ചെയ്യുന്ന ഒരു സമയം മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇനി ആ നൂഡിൽസിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കൂടെ പറഞ്ഞാലോ. നല്ല സംഭവം കേട്ടോ. പക്ഷേ ഇതിനകത്ത് ചിക്കനും കൂടെ ചേർത്തെങ്കിൽ ഇനി സൂപ്പർ ആയതിനായിരുന്നു. അതുകൊണ്ട് ചിക്കൻ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്തിട്ട് ചേർത്തത്. പക്ഷേ എങ്കിൽ ചിക്കൻ ചേർത്താൽ ഇനിയും ടേസ്റ്റാണ്. കാരണം അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിക്കനും പച്ചക്കറിയും മുട്ടയും എല്ലാം കൂടെ ചേർത്തിട്ടുണ്ടാക്കുന്നില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഇങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത്. നിങ്ങളിനി വേറെ രീതിയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി ഒരു സമാധാനമായിട്ട് കഴിക്കട്ടെ, എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും കാണാം. അതായിരിക്കും. ടേക്ക് കെയർ, ബൈ, സി യു.